ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ 28th ബർത്ത്ഡേ ആണ്. രാവിലെ കിടന്നപ്പോൾ രാവിലെയായി. അത് കഴിഞ്ഞ് രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നത് 2 മണിയാകാറായി. അന്നേരം ഇവർ സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എൻ്റെ ഷിഫ്റ്റ് 3 മണി വരെയാണ്. അപ്പോൾ സർപ്രൈസിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി വന്നു. ഇവർക്കൊരു സർപ്രൈസായി. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കിടന്നപ്പോൾ 5:30 ഇതിപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 10 മണിയായി ഏകദേശം. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ടു. ഇനിയിപ്പം കുളിക്കണം, റെഡി ആവണം. എന്നിട്ട് എനിക്കിൻ്റെ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. കണ്ടോ, ഇന്നലെ ഞങ്ങൾ ബർത്ത്ഡേയുടെ ഒക്കെ ആഘോഷിൻ്റെ അവശിഷ്ടവകകളൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഡേ ഇൻ മൈ ലൈഫായിട്ട് വേണം കൂട്ടാം. അപ്പോൾ ചായ റെഡിയാണ്. ഇനി ഫ്രഷ് ആവണം. ഞാൻ ഇന്നലെ മോൻ കിഴാതെ കടന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഫ്രഷായി കോളേജിൽ പോകണം. കോളേജ് ക്ലാസ് വെച്ച് കഴിഞ്ഞാണ്, പക്ഷെ നേരത്തെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെനിക്ക് ഏട്ടൻ മേടിച്ചതാണ്. ഞങ്ങളിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഇതാണ് കേട്ടോ, അഡിഡാസിൻ്റെ ഒരേപോലത്തെ ഇട്ടേക്കുന്നത്. കണ്ടോ, എൻ്റെ ഇച്ചിരി വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഹുഡിയാണ്, പിന്നെ വഹിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ ഒരു കടയുണ്ട്, അവിടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. നല്ല ചീപ്പ് റേറ്റ് നമുക്ക് സാധനം കഴിക്കാം. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം കാപ്പി ഫസ്റ്റ് ഓണം തന്നു. അപ്പോൾ ഇനി നമ്മൾ 2 മിനിറ്റിനുള്ളിൽ ഓർഡർ പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കിയിട്ട് എന്ത് പറയും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ചായക്കകത്ത് ആവശ്യത്തിന് ക്രീമും ഷുഗറും ഒക്കെ ഇട്ടു. വെയിറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ടൈം ഫോർ ഇറ്റ്. അപ്പോൾ ഇടാ ഞങ്ങളിപ്പോൾ പോകുന്ന വഴി വീട്ടിലോട്ട് വിളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു മാളിൽ വന്നേക്കാണ്, ബേഷോർ മാള്. കാരണം എനിക്കിന്ന് ഫുള്ള് ക്ലാസ്സാണ്. രാത്രി 9:30 വരെ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങളൊരു മാളിൽ കയറാമെന്ന് കരുതി. ചുമ്മാ പ്രത്യേകിച്ചൊന്നുമില്ല, ഷോപ്പിംഗ് ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ കയറി നടക്കുക. അത് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ സമയമാകുമ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. രാത്രി വരെ പിന്നെ ക്ലാസ്സാണ്. അപ്പോൾ അങ്ങനെ ഏട്ടനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പുത്തൻ ഹുക്കു ബോസ്. നീ കണ്ണാടിയുടെ ആവശ്യമില്ല. നോക്ക്, നല്ല സ്ഥലം, ഒട്ടും വെട്ടമില്ല. പെണ്ണു ഇന്നലെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് നമുക്കൊരു ഇത് കിട്ടും, ഒരു ചെറിയൊരു ഹാമ്പർ. അതും കൂടെ വാങ്ങാനായിട്ടാണ് മതി. ഇതൊരു വേറെ ടേസ്റ്റ്. അയ്യേ, എന്നാണോ പറയാം. അത് ഞാനൊരു മാംഗോ സ്മൂത്തിയാണ് മേടിച്ചത്. ചേട്ടൻ എന്താണ്ടോ എന്തോ എന്താണ് കാലി കഴിക്കാനൊന്നും മേടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 1-2 കടയിലൊക്കെ കയറി. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയില്ല. അവർ ഗിഫ്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചമ്മിപ്പോയി ഗൈസ്. അതെ, ഇനിയിപ്പോൾ എനിക്ക് ക്ലാസ് ഏകദേശം തുടങ്ങാറായി. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് വേറൊരു ഫോട്ടോ ഒരു സാധനം ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ റെഡിയായി കാണും. അത് മേടിച്ചിട്ട് ഇനി നേരെ കോളേജിലേക്ക് പോവാണ്. ഇനി ശേഷം കോളേജ്. ഓ യാ, അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്ത ഒരു ഫ്രെയിം. ഇത് കണ്ട ഇങ്ങനെ വുഡിൽ ഇങ്ങനെ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. എനിക്കൊരു ഗസ്റ്റ് ലെക്ചറൊക്കെ ഉണ്ടായിരുന്നു. എന്നെയും കൂടെ കാണിക്കും. ഞാൻ സമ്മതിക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജ് കാണിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഇത് കണ്ടത്. അന്ന് ഓറിയൻറ്റേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചായിരുന്നല്ലോ. അത് തന്നെ ആ കാണുന്നത് ജിമ്മാണ് ഇപ്പോൾ കാണിച്ചത്. അവിടെ മറ്റേ ബോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ ഗെയിംസ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ അടിപൊളിയാണ്. അവിടെ ഒരു ഫുഡ് കോർട്ട് കഫ്റ്റേരിയ ഒക്കെ ഉണ്ട് കേട്ടോ.
ബൗളിംഗ് ഓക്കെ ദെൻ ബൗളിംഗ്. മറ്റേ ഇനി എന്താണ്, ഇനി ഫുഡ് കഴിക്കാൻ പോകണം. വിശന്നിട്ട് സത്യം പറഞ്ഞാൽ പാടില്ല. ഈ പാർക്കിംഗ് എല്ലാം നമ്മൾ പൈസ കൊടുത്താണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫ്രീ ഒന്നും അല്ല പാർക്കിങ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ബട്ട് വി ഹാവ് ടു പേ ഫോർ ഇറ്റ്. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് മുമ്പ് ഫയർ വണ്ടി എല്ലാം വന്നിട്ട് പോയതേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ് ഉണ്ട്. ആക്ച്വലി അതിനൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി കയറുന്നില്ല. ഇനി പോയേക്കാന്ന് വെച്ചു. ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് തീരെ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ദിവസം. മനസ്സിലായോ? ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ബർത്ത്ഡേ ഉണ്ട്, എന്താഘോഷം, അത്രേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങള് ഇവിടെ ആദ്യം പിന്നെ ഫുഡ് കഴിക്കാൻ പോയൊരു സ്ഥലമാണ് കേട്ടോ. അത് അടിപൊളി ഫുഡായിരുന്നു. നല്ല അധികം കറികളും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി ടേസ്റ്റി. നല്ല ഫുഡായിരുന്നു. ഉള്ളത് സൂപ്പറുമാണ്. അധികം പ്രൈസും ഇല്ല. അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പം കാണാനൊന്നും അങ്ങനെ ഇതൊന്നും ഇല്ല. ടേക്ക് ഔട്ട് ആണ് ശരിക്കും. അവിടെ ഡൈനിങ്ങും ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ കട. അപ്പൊ ഇനി ഞങ്ങളിവിടെ കയറാൻ പോവാണ്. എന്താ ഫുഡ് ഓർഡർ ചെയ്യുന്നതെന്ന് തീരുമാനിച്ചൊന്നുമില്ല. കയറിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് നെക്സ്റ്റ് പ്ലാൻ. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഒരാൾ ഊണും ഒരാൾ കപ്പയും ബീഫ് റോസ്റ്റും ആണ്. കപ്പയും ബീഫ് റോസ്റ്റും ഓർഡർ ചെയ്ത് ഒബ്വിയസ്ലി മൈ ഹസ്ബൻഡാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഊണ് വിത്ത് ചിക്കൻ കറിയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇതാണ് കേട്ടോ. ഇൻസൈഡ് ഇത്രേ ഉള്ളൂ. നമുക്കിവിടെ ടേക്ക് ഔട്ടിന് വരുന്ന ആൾക്കാരിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ 2 ഡൈനിങ് അത്രേ ഉള്ളൂ. ടേക്ക് ഔട്ട് ഉള്ള ഡൈനിങ് വേണമെങ്കിൽ ഇങ്ങനെ പാഴ്സൽ ഇട്ട് തരുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന്. How is it? ഒന്ന് ടേസ്റ്റ് ചെയ്യേ. ഇത് കപ്പയാണോ കറിയാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സംശയമില്ലാതെ ഞാൻ പറയുകയാണ്, അത് കറി തന്നെയാണ് കൂടുതൽ. ഞാൻ ഊണ് ഇനി കഴിക്കണം. അപ്പം ഞാനും ആദ്യം ഇച്ചിരി കപ്പ കഴിച്ചിട്ട് ഊണ് കഴിക്കാനായിരുന്നു. തണുപ്പ് തുടങ്ങി കേട്ടോ ഇവിടെ. എനിക്ക് തണുക്കുന്നില്ല. ഞാൻ ഫുഡ് ആയിരുന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ടാൻജർ ഔട്ട്ലെറ്റിൽ വന്നതാണ്. ആക്ച്വലി ഞങ്ങൾ പലവണ വന്നിട്ടുണ്ട്. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചുമ്മാ നോക്കാൻ രസമല്ലേ. ഇവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ഇടയ്ക്കെല്ലാം വരാറുണ്ട്. ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തൊക്കെ ഇവിടുന്ന എന്താണ് വിൻ്റർ ജാക്കറ്റ്, വിൻ്റർ ഫാള്. എനിക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു നടക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ തുണിയിടാതെ നടക്കുക. ചെറിയ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് നടക്കുക. ഞാനൊക്കെയാണ് വെടിയിട്ട് തലയിൽ കൂടെ ഇട്ട് വെച്ചൊക്കെ. ഞാനിപ്പോഴും ഇന്ത്യൻ തന്നെയാണ്, കനേഡിയൻ ആയിട്ടില്ല. ദാറ്റ്സ് ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ എന്താണ് സാധനമെല്ലാം മേടിച്ചു. അതേ തിരിച്ചതിന് വീട്ടിലോട്ട് പോവാണ്. നമുക്കൊരു ഒന്നര മണിക്കൂറൊന്നുമില്ല, 1 മണിക്കൂർ 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതേ ഹൈവേയിൽ കയറി ഇനി നേരെ വീട്ടിൽ ചെല്ലുക, എന്തെങ്കിലും കഴിക്കുക, കുളിക്കുക, കിടക്കുക. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ ദിവസം അങ്ങനെ തീർന്നു. എനിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തു കേട്ടോ. അതൊക്കെയാണ് ഞങ്ങൾ അവിടെ എടുത്തത്. അവിടുന്ന് ഡ്രസ്സ് എടുത്തു, എനിക്കൊരു ടോപ്പ് എടുത്തു, പിന്നെ അങ്ങനെയൊക്കെ. Anyway, that's all about my birthday vlog. It was a good year ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. It's going to be a good year ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു. സാധാരണ മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഫസ്റ്റ് ഡേയ്സ് എപ്പോഴും വേസ്റ്റ് ആവാറാണ് പതിവ്. ബട്ട് ഇത്തവണത്തെ കൊള്ളായിരുന്നു, കുഴപ്പമില്ല. Anyway, I'm happy. എന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ തരാത്തവർക്കും താങ്ക്സ്, വിഷ് ചെയ്യാത്തവർക്കും താങ്ക്സ്, വിഷ് ചെയ്തവർക്കും താങ്ക്സ്. ഇനി മറന്നുപോയവരും കുഴപ്പമൊന്നുമില്ല, സംഭവിക്കും. ഞാനും ഇഷ്ടംപോലെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എടുത്തായിരുന്നു എൻ്റെ കെട്ടിയാനും പ്രത്യേകം നന്ദി. Alright, so that's all about. അപ്പോൾ ശരി, ബൈ, ടാറ്റാ.